ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈത്തിരി ആനിമൽ പാർക്കിൽ പെറ്റ് ആനിമൽ പാർക്കിൽ പോയൊരു വിശേഷം കേട്ടോ. അപ്പോസിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ശേഷം അവനൊരു ആസ് എ ഗിഫ്റ്റ് എന്ന നിലയിലാണ് ഇച്ചാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാനും വിചാരിച്ചത് എന്താ സംഭവമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെറ്റ് ആനിമൽസ് കുറേ കണ്ടു, പാമ്പിനെ കണ്ടു, പെരുമ്പാമ്പിൻ്റെ വായിക്ക് തന്നെ പോയി പിടിച്ച് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പേടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞങ്ങൾ എലീനെയാണ് കണ്ടത്. അങ്ങനെ അത് കണ്ട് പിന്നെ ആ പാമ്പിനെ കുറേ നേരം ഇച്ചാൻ പിടിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട് അവൻ കുറേ നേരം പിടിച്ചുകൊണ്ടിരുന്നു. നല്ല രസമായിട്ട് പാമ്പിന് കോലുമുട്ടായൊക്കെ കൊടുക്കാൻ പോകുന്നത്, കോലുമുട്ടായും കൊണ്ട് തോണ്ടി നോക്കാൻ പോകുന്നു. അവന് വലിയ സെക്യൂരിറ്റി ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല ലവ് ബേർഡ്സിനെയും കാര്യങ്ങളൊക്കെ കാണാൻ പോയി. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവന് പാർക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടലായിരുന്നു അവൻ്റെ മെയിൻ പരിപാടി. തിരിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ ഇച്ചാൻ കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന രംഗം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ഓടിപ്പോവും, ഇച്ചാൻ കൂട്ടിക്കൊണ്ടുവരും, ഇത് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചാൻ്റെ സൗണ്ട് പോയിരിക്കുമായിരുന്നു. ഒരു പാട്ടിൻ്റെ ബേസിൽ കാറി കൂവിയിട്ട് സൗണ്ട് ഇല്ലാതിരിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞ് ബേർഡ്സിനൊക്കെ കണ്ട് പിന്നെ പല ടൈപ്പ് പൂച്ചാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പല വെറൈറ്റി ടൈപ്പ് പൂച്ചാസൊക്കെ കാണുന്നത്. നമ്മൾ വീട്ടിൽ വളർത്തി കണ്ടിട്ടുള്ള പൂച്ചകളല്ലാതെ വെറൈറ്റി കളറ് ജെൻസിലൊക്കെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് പൂച്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ അണ്ണാരക്കുട്ടനെ കണ്ടു. പക്ഷികളെ കണ്ടങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പല കളറും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെ ഉള്ള പക്ഷികളൊക്കെ കണ്ട് അവൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ആ വലിയ സംഭവത്തിൻ്റെ ഇടയ്ക്ക് വലിയ അണ്ണാരക്കുട്ടന്മാരെ കണ്ടു. അത് പറക്കുന്ന അണ്ണാരക്കണ്ണന്മാരായിരുന്നു. അതിനെ പിടിച്ച് നോക്കാൻ നോക്കി എനിക്ക് തന്നെ പേടിയായി. കാരണം അത് നമ്മൾ വിരൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അത് നമ്മളെ കടിക്കാൻ വരുന്നൊരു ഫീലാണ്. പക്ഷെ അവൻ അങ്ങനത്തെ ഒരു ഫീലും ഇല്ലായിരുന്നു. അവൻ ഇച്ചാന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇച്ചാൻ കൊടുത്തത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. പാരൻറ്റ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, തത്തകൾ. പിന്നെ ആ മരം അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒളിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഓടിപ്പോകാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. എലിക്കുട്ടന്മാരാണ് മുകളിൽ പോയി ഇരിക്കുന്നത്. അവൻ അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നമ്മൾ സ്ഥിരം കാണുന്ന എലികളല്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പ് എലികൾ. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് പിന്നെ ആ അണ്ണാരക്കണ്ണന്മാരുടെ അടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാലൊക്കെ പിടിച്ച് ഞെക്കി നോക്കാനൊക്കെ നോക്കുന്നത്. ഒരു പേടിയില്ല കേട്ടോ സാധനത്തിന്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചാൻ വിളിച്ചിട്ട് ഇവൻ പെരുമ്പാമ്പിനെ പിടിച്ച് വായ നോക്കി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇച്ചാൻ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടിട്ട് തന്നെ പേടിയായിപ്പോയായിരുന്നു. വനമില്ലെങ്കിലും പാമ്പിന് വനമില്ലെങ്കിലും നല്ല എനിക്ക് കണ്ടപ്പോൾ ശരിക്കും പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ണാരക്കുട്ടന്മാരുടെ അടുത്ത് പോയി കളിച്ച് കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ടെന്ന് അവൻ എണ്ണി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ കുറേ നേരം അത് കളിച്ച് എൻജോയ് ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിച്ചാച്ചനൊക്കെ അവൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ ഇടയ്ക്ക് പോയി ഒളിച്ച് പിന്നെയും മുമ്പോട്ട് പോകുന്നതിന് പകരം ബേക്കോട്ട് പോകുന്നത് അവൻ്റെ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ബേർഡ്സിന് ഫീഡ് ചെയ്യിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. എൻട്രി അതിന് വേറെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആൾ എൻട്രി ചെയ്യിക്കും, നമുക്ക് കയ്യിൽ വിട്ട് തരും, അത് നമ്മൾ അതിന് കൊടുക്കുക. എനിക്കും പേടിയാണ്, അപ്പോസിനും പേടിയാണ്. ഞങ്ങൾ അവിടെ കിടന്ന് ബഹളം വെച്ച് ആറിക്കൂടുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കാം കേട്ടോ. പക്ഷേ ഇച്ചാൻ്റെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, ആ പേടി ഉണ്ടായിരുന്നു. എന്നാലും അത്ര ഞങ്ങളുടെ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വീറ്റ്സൊക്കെ വാങ്ങി ഫീഡ് ചെയ്യിച്ച് നോക്കുന്നുണ്ട്. അപ്പോസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിലെ പേടിയും കൊണ്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് അതിൻ്റെ അപ്പത്തെ പേടിയിൽ ഞാൻ നിങ്ങളെ നീങ്ങിയാട്ടോ നിൽക്കുന്നത്, നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അമ്മാതിരി പേടിയാണ് എനിക്കുള്ളത്. പക്ഷികൾ വന്ന് തിന്നുന്ന കാണാൻ നല്ല രസമുണ്ട്. ആ കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് എന്ത് ടൈപ്പ് പക്ഷിയാണെന്ന് പോലും എനിക്ക് പറയാനാവില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നല്ല രസമായിരുന്നു. പിന്നെ അവൻ ആ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്ത് പോകണമെന്നുണ്ട്. കാരണം ഇത് കണ്ട് അവൻ മടുത്ത്. പിന്നെ അവൻ കുറേ കൊടുത്ത് നോക്കി. അവന് പുറത്ത് പോകണം, അവനെ കടിക്കുമോ എന്നുള്ള പേടിയും കാര്യങ്ങളും, കടിക്കുമെന്നല്ല കൊത്തുമോ എന്നുള്ള പേടിയും കാര്യങ്ങളും. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ അവിടെ നല്ലൊരു കപ്പിൾസാണോ അതോ ഫ്രണ്ട്സാണോ എന്ന് എനിക്കറിയില്ല. അവർ നന്നായിട്ട് ഇവനെ ട്രീറ്റ് ചെയ്തു കേട്ടോ. അവർക്ക് ഒരു പേടിയും കാര്യങ്ങളില്ല. പിന്നെ അവരുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ ഫീഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്, മേടിച്ചിട്ട് കൊടുക്കാൻ ഉള്ള ആ ഒരു പേടിയൊക്കെ മാറിയിട്ട് അവൻ കൊടുത്തു നോക്കുന്നൊക്കെ ഉണ്ട്. പോകുന്നതിനെ പിടിച്ചു നോക്കാനുള്ള ക്യൂരിയോസിറ്റി അവനുണ്ട് താനും.
പക്ഷേ തൊട്ട് അവനെ കൊത്തിയിട്ടുണ്ടെങ്കിൽ അവന് പേടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായൻ ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. അവൻ്റെ ലൈഫിലെ ഫസ്റ്റ് ട്രിപ്പായിരിക്കും ഇങ്ങനെയൊരു ഇത്രയും എൻജോയ്മെൻറ്റ്. കാരണം ഇങ്ങനൊരു അറിവായിട്ട് ആദ്യത്തെ ട്രിപ്പാണ് അവൻ്റെത്. വയനാട് തന്നെയുള്ള വൈത്തിരിയിലാണ് കേട്ടോ ഈ പാർക്കുള്ളത്. സൂപ്പറാണ് എന്തായാലും. പിന്നെ അവൻ താറാവിനെ കണ്ടു. താറാവിനെ കാണുമ്പോൾ അത്ര വലിയ ക്യൂരിയോസിറ്റിയില്ല, കാരണം വീട്ടിലുള്ളതാണ്. പിന്നെ ഞാനും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആട്ടോ ആ വൈറ്റ് എലീനെ കാണുന്നത്. അതും പെറ്റായിട്ട് വളർത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് അതിശയമാണ്. നമ്മുടെ അടുത്തല്ലേ വളർത്താത്തേ ഉള്ളൂ. വേറെ പല സ്ഥലത്തും ഈ വൈറ്റ് റാറ്റിനെ എലീനെ വളർത്തുന്നുണ്ട്. അവൻ അതിൻ്റെ വാലൊക്കെ പിടിച്ച് നോക്കാൻ പോകുമ്പോൾ ഞാൻ കാറൊക്കെ പോയി പറയുന്നുണ്ട് കേട്ടോ, വേണ്ട കടിക്കും എന്നൊക്കെ. കാരണം എനിക്ക് അവനെ കഴിഞ്ഞും പേടിയാണ്. അവിടെ പോയതിൽ ഏറ്റവും കൂടുതൽ പേടി ആർക്കാന്ന് ചോദിച്ചാൽ എനിക്കാട്ടോ. ഞാനും അപ്പൂസും ഇച്ചാനും ഇച്ചാൻ്റെ അനിയനും കൂടിയാണ് പോയത്. പക്ഷേ ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് എനിക്കാട്ടോ. പെറ്റ് ആനിമലിനെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വൈൽഡ് ആനിമൽസിനെ കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അവൻ പിന്നെ എന്നെ അങ്ങ് വലിച്ചുകൊണ്ട് പോയിട്ടോ. അവൻ്റെ പാർക്കിൽ പോകാനുള്ള വഴി തെറ്റി പോയതിൻ്റെ ഒരു ഫീലിലാണ് പോകുന്നത്. അപ്പോഴത്തേക്കും ഇച്ചാൻ അവിടെ നിന്ന് മീൻ വളർത്തുന്നത് കണ്ടിട്ട് അങ്ങനെ മീനിനെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളത് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അത് നോക്കുന്നുണ്ട്. അപ്പം അത് അവനെ ഇഷ്ടമായി. അങ്ങനെ അവൻ വന്നിട്ട് ആ ചില്ലിൻ്റെ ഇടയിൽ തപ്പി നോക്കി റെഡിയാക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്ത് എത്തുന്നില്ല. അപ്പോൾ ഇച്ചായൻ പോയിട്ട് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ പേടിയും കൊണ്ട് അവൻ വിരക്കുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കൊണ്ട് വാങ്ങിച്ചത് എങ്ങനെ ഫീഡ് ചെയ്യിക്കുന്നത്, കൈ കൊത്തുമോ വേദന എടുക്കുമെന്നൊക്കെ വേണ്ടി നോക്കുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞ് കുഞ്ഞ് ഷോക്കിംഗ് പോലെ ഉണ്ടാവും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. പല ടൈപ്പിലുള്ള പല കളറിലുള്ള ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ ഫിഷസൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതാക്കുന്ന. അത് കഴിഞ്ഞ് പിന്നെ അപ്പയും മോനും കൂടി ഫിഷ് പാർക്ക് ചെയ്യാൻ പോയിട്ട് ഒരു ലിക്വിഡിൽ നമ്മുടെ കാല് മുക്കും, എന്നിട്ട് അവിടെ പോയിരിക്കും. അവൻ കുറേ നേരം ഇരുന്ന് നോക്കി. അവൻ പിന്നെ കടിച്ചു തുടങ്ങിയപ്പം ഇച്ചാൻ പതിയെ നൈസായിട്ട് എടുത്തിട്ട് മുകളിലോട്ട് പൊക്കി വെക്കുന്നുണ്ട്. അത്രയും മതി എന്നുള്ള ഫീല്. കാരണം അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി ആകുമ്പോൾ നല്ല സെറ്റാവുമല്ലോ. പിന്നെയുള്ള പെറ്റ് ആനിമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിര, ഓട്ടപക്ഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും ഇവർ ഇതിനെ ഫീഡ് ചെയ്യിക്കുന്നില്ല എന്നാണ് ഡൗട്ട്. കാരണം നമ്മളുടെ കയ്യിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിന് കൊടുക്കുമ്പോൾ അത് ആർത്തിയോടെ തിന്നുന്നുണ്ട്. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കൊടുക്കുന്നതല്ലാതെ വേറെ ഐറ്റങ്ങൾക്കൊന്നും കൊടുക്കാത്ത പോലെ തോന്നുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. എന്നാലും ഐറ്റങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ അടക്കം വാരി തിന്നും. അവനതൊക്കെ കണ്ട് അവൻ ഈ ഓടി നടക്കുകയാണ് മെയിൻ. ഇത് കാണുന്നതിനെ കഴിഞ്ഞും കൂടുതൽ കേട്ടോ. അവന് ഇഷ്ടമുള്ള സാധനം പോയി കാണാൻ ഇഷ്ടമാണ്. അതല്ലാത്തത് അവന് സ്കിപ്പ് ചെയ്ത് പോകും. പിന്നെ ഒട്ടകപ്പക്ഷീനെ കണ്ടു. പിന്നെ ഉണ്ണിച്ചാച്ച അവനെ എടുത്ത് മുകളിൽ കയറ്റിയിട്ട് കുതിരയ്ക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ഇത്രയും അടുത്ത ഒട്ടകപ്പക്ഷീനെയൊക്കെ കാണുന്നത്. നല്ല രസം. അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന സീനറി നല്ല രസമായിട്ട്, നല്ല മലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം ചുരത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്ത സൈഡായിരിക്കുമല്ലോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അടുത്തത് അതിൻ്റെയൊക്കെ മുഖം നോക്ക് വയസ്സായി ചുളുങ്ങി ഒന്നും കിട്ടാത്ത പോലെയുണ്ട്. പിന്നെ ആട്ടുംകുട്ടികളാട്ടോ. അത് മുട്ടനാട്, പിന്നെ പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ കൊമ്പൊക്കെ കണ്ട് ഓരോ രീതിയിൽ വളഞ്ഞൊക്കെ ഇരിക്കുന്നത് പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പോസും പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അവനത് ഇത് വരുന്നുണ്ട്. ഇച്ചാനും ഓരോന്നിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇവൻ ഓടിപ്പോയാൽ പിന്നെ ഇവനെ തപ്പി പിടിക്കാൻ പോലാണ് മെയിൻ ഉണ്ടാവും. അപ്പോൾ ഇവനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ എൻജോയ് ചെയ്യും. അങ്ങനെ ഓരോന്നിൻ്റെയും കൊമ്പ് ഓരോ ഡിസൈനിൽ പോയിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനൊക്കെ 4 കൊമ്പുള്ള പോലെ വളഞ്ഞു കഴിഞ്ഞ് മറ്റേ കലമാൻ്റെ കൊമ്പിരിക്കുന്ന പോലെ ആടിൻ്റെ കൊമ്പ് കിട്ടും. നല്ല രസമുണ്ടായിരുന്നു. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൈത്തിരിയിലോട്ടോ. ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈത്തിരി ആനിമൽ പാർക്കിൽ ആനിമൽ പാർക്കിൽ കിട്ടും. പിന്നെ ഇത് മണിത്താറാവട്ടോ. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടിൻ്റെ സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ്ടും കാര്യങ്ങളും കുളമൊക്കെ ഉണ്ട്. ചെളിയും കാര്യങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടി അവരിപ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്ത് ഞാൻ പോയി പറയുന്നുണ്ട് ഇച്ചായ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ടയുണ്ട് അവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ ഓരോന്നിനെയും കണ്ട് അതാ മറ്റേത് അവിടെ താഴ്ന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഓരോന്നിനെയും കണ്ട് പോകുമ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പല കളറിലിങ്ങനെ മുക്കി വെച്ചേക്കുന്നത്. അതിന് നമുക്ക് ഫീഡ് ചെയ്യിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫീഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാവുണ്ട് അവിടെ, അതിനും നമുക്ക് തീറ്റ കൊടുക്കാനുള്ള അവസരം. അതിൻ്റെ ഇടയ്ക്ക് ഓടി നടക്കുന്നുണ്ട്. അവനെ പിടിക്കാൻ വേണ്ടി ഉണ്ണി ഓടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ട്രെയിനേഴ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഫീഡ് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതനുസരിച്ച് ചെയ്യും. ഇച്ചായനും ഈ പറഞ്ഞ പോലെ കുറച്ച് ഗോതമ്പ്